ഇതിലുണ്ട് ഷമീറിന്റെ ഇന്നലത്തെ ലൈവിന്റെ കമന്റില് ഇതാണ് ഷമീറെ ഷെയ്ക്കിനെ കിക്കാക്കുക, അവനിപ്പോ വിചാരം അവന്റെ ആണെന്നാണ് MRG ഊമ്പൻ. അങ്ങനെ തുടങ്ങിയിട്ട് ഞാൻ ലീഡറിനെക്കാളും വലിയ പവർ യൂസ് ചെയ്യുന്നുണ്ട്, ഞാൻ അങ്ങനെ ആക്കുന്നുണ്ട് ഇങ്ങനെ ആക്കുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഒരുപാട് കമന്റ്സ് ഉണ്ട് ഇതിൽ ഒരുപാട് കമന്റ്സ് ഉണ്ട്. അത് ഞാനിപ്പോ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത അല്ലെ ഓരോന്ന് ഇൻഡിവിജ്വൽ കാണിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാൽ കാണാം. ഞാൻ അതിൽ ഓപ്പൺ ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറയാലോ, ചാറ്റ് കറന്റ് അത് അങ്ങനെ വരുന്നതിന് റീസൺസ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ലീഡർ ഷമീർ കറന്റ് സിറ്റിയിൽ വരുമ്പോൾ മാത്രമാണ് ഓൻ ഈ ഗ്യാങ്ങിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഓനെ കിട്ടുന്നത്, അല്ലാതെ ഓരോ സമയത്തും മോനെ കിട്ടുന്നില്ല മെയിൻലി. അപ്പം ഒബ്വിയസ്ലി ഇത് നോക്കി നടത്തുന്നത് കൈകാര്യം ചെയ്യണതൊക്കെ ഞാനും മാക്കും ആയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളിൽ ഈ പറയുന്ന പോലെ നമുക്ക് ഒബ്വിയസ്ലി നമ്മളെ മെമ്പേഴ്സിന്റെ ഇടയിൽ നിന്ന് തന്നെ ആ ഒരു സംഭവം നമുക്ക് കിട്ടുന്നുണ്ട്, മനസ്സിലായോ? ഇപ്പം എന്തൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും ഷമീർ ഒരു കോള് പറയണില്ലാതെ ചിലപ്പോൾ ഞാനൊരു കോള് പറയണത് മെമ്പേഴ്സ് കേൾക്കാൻ റീസൺസ് ഉണ്ട്. കാരണം ഓലെ എല്ലാ ആവശ്യത്തിനും ഓലെ എല്ലാ കാര്യങ്ങളും കേൾക്കാനും ഓരോ കാര്യങ്ങൾ സോൾവ് ചെയ്യാനും ഷമീർ ഉണ്ടാവില്ല, ഞാൻ ഉണ്ടാവില്ലുള്ളൂ, അല്ലെങ്കിൽ ഞാനും മാക്കും ഉണ്ടാവില്ലുള്ളൂ, മനസ്സിലായോ? അത് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഗ്യാങ്ങിലെ എല്ലാ മെമ്പേഴ്സിനോട് ചോദിച്ചു നോക്കുക. അത് അതിൻ്റെയൊക്കെ ഒരു ബേസ് ഉണ്ട്, മനസ്സിലായി? ഇത് ഞാൻ ലൈവിലിട്ടുങ്ങാണ്ട് പല പ്രാവശ്യം ഞാൻ പറയണ്ടെന്ന് കരുതി മനഃപൂർവ്വം മുണ്ടാതെ ഇരുന്ന കുറേ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടും ഞാൻ എന്താ പറയുക, എൻ്റെ ലൈവ് ത്രൂ ഒരാൾക്കും ഒരു ഹെയ്റ്റും കൊടുക്കാത്ത ഒരാളാണ്. പക്ഷെ ഇന്റൻഷനലി എനിക്ക് ഹെയ്റ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷമീർ തന്നതുണ്ട്. അത് മാക്കിനും എനിക്കും അറിയാം, ഞങ്ങളത് തൊപ്പിക്ക് വിളിച്ച് പറഞ്ഞ സംഭവമാണ്. അത് ഷമീറിനോട് ഇപ്പൊ ഏറ്റവും ബേസായിട്ട് പറയാം, ഒരാഴ്ച മുമ്പ് ഷമീറും ഞാനും ഏകദേശം 1.5 മണിക്കൂർ ഞാനും ഷമീറും സംസാരിച്ചുകൊണ്ട് ഫാസ്റ്റിലുണ്ടായ പ്രശ്നങ്ങളും എല്ലാം ഞാനും ഓനും നല്ല രീതിക്ക് കോംബോ ആർപ്പി ചെയ്തുകൊണ്ട് പോയിന ഒരാളേനു. ഞാനും ഷമീറും നല്ല രീതിക്ക് കോംബോ ആർപ്പി ചെയ്തുകൊണ്ട് പോയിന ഒരാളേനു. എനിക്കൊക്കെ എന്താവശ്യം ഉണ്ടായില്ല, ഞാൻ ലൈവ് പോലും ഇടാതെ ഓനൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ്ട് ഞാൻ ഓന് പോയിട്ടുണ്ട്. ഞാൻ ഓനക്ക് എൻ്റെ സ്വന്തം കയ്യിൽ നിന്ന് മുടക്കിക്കാണ്ട് ഞാൻ ഒരു കണ്ണൂർ കിങ് എന്ന് പറഞ്ഞൊരു വണ്ടി ഞാൻ ഇറക്കി കൊടുത്തിരുന്നു. അതല്ലാതെ സ്വന്തം പേഴ്സണൽ പൈസ മുടക്കിക്കാണ്ടൊക്കെ ഒരുപാട് കണ്ടന്റ് ഞാൻ അവന് കൊടുത്തിരുന്നു. വാട്ടവർ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് ഞാൻ കണക്ക് പറയാൻ വേണ്ടി വന്നൊന്നല്ല. അങ്ങനെയൊക്കെ ചെയ്തിട്ടും എനിക്ക് മനഃപൂർവ്വം ഹെയ്റ്റ് തന്ന സിറ്റുവേഷൻസ് ഉണ്ട്, എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിന് ശേഷമാണ് എനിക്ക് ആ ബോണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ആർപ്പി ചെയ്യാൻ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇത് കിട്ടാത്തത് എന്നുള്ളത് ഞാൻ ഓനോട് പറഞ്ഞപ്പം ഓൻ തന്നെ അത് സമ്മതിച്ച സംഭവം, ഓൻ്റെ ഭാഗത്തു നിന്ന് പറ്റി പോയിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പൊ ലാസ്റ്റ് റീസെന്റ് ആയിട്ട് ഇത് പറഞ്ഞതിന് ശേഷം എന്നോട് പറഞ്ഞതാ ഞാൻ ലീഡർ സ്ഥാനത്ത് നിന്ന് ഇറങ്ങുകയാണ്, നീ ലീഡർ ആയിക്കോന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് ലീഡർ ആവാൻ താല്പര്യമല്ല, ഞാൻ ഒരിക്കലും ലീഡർ ആവില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് കോ ലീഡർ ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി, അല്ലാതെ ലീഡർ ഒരിക്കലും ഞാൻ ആവില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ എന്നോട് പറഞ്ഞതാ മെമ്പർ ആയാണ്ട് കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഞാനാ അവനോട് പറഞ്ഞത് നീ വെയിറ്റ് ചെയ്യ്, നീ ലീഡർ ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യ്, കുറച്ച് കഴിയുമ്പോൾ റെഡി ആയിക്കോളൂ എന്ന് പറഞ്ഞപ്പം ഇല്ലടാ എനിക്ക് എൻ്റെ എന്റർടൈൻമെന്റ് RP ആണ് എനിക്ക് ഒന്നും കൂടി കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റുന്നത്, മറ്റേ ഇന്ന ചാറ്റ് ഇന്നെ ഡിസ്റ്റർബ് ആക്കും അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്നൊക്കെ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഞങ്ങളിടയിലുള്ള പേഴ്സണൽ ടോക്സ് കുറേ വന്നപ്പം ഓപ്പൺ ആയിട്ട് എന്നോട് പറഞ്ഞ സംഭവമാണ് ഓ ലീഡർ സ്ഥാനത്ത് നിന്ന് ഒയ്യാണ് എന്നുള്ളത്. അപ്പോഴും ഞാൻ അവനോട് പറഞ്ഞത് നീ ലീഡർ സ്ഥാനത്ത് കണ്ടിന്യൂ ചെയ്തോ എന്നുള്ളത്. പിന്നെ ലാസ്റ്റ് ഫൈനലായിട്ട് ഓൻ പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് നീ ഒരിക്കലും മെമ്പറായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ സമ്മതിക്കൂല, നീ അറ്റ്ലീസ്റ്റ് കോ ലീഡർ ആയിട്ടെങ്കിലും കണ്ടിന്യൂ ചെയ്യണം, തൊപ്പിന്നെ ലീഡറായിട്ട് നിന്നോട്ടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നുള്ളത് ഞാൻ പറഞ്ഞതാ. ഇതല്ല എന്നുള്ളത് ഒരിക്കലും പറയൂല. അത് ഇതാണ് അതിന്റെ സത്യം, മനസ്സിലായോ? ഇതിന് ശേഷം ഇപ്പൊ എടുത്ത് ഈ പറയുന്ന പോലെ ഓനെ ഓജിന്റെ പ്രീവാർ തോറ്റ സമയത്ത് ഓനെ മീറ്റിങ്ങിന് കൊണ്ടുപോയില്ലാന്ന് പറഞ്ഞാണ്ട് ഞാൻ പിന്നെ ഇവിടെ എന്തിനാ ലീഡർ ആയതുകൊണ്ട് ഞാൻ ഇവിടെ എന്തിനാ ഊമ്പാനാണോ നിൽക്കണമെന്ന് പറഞ്ഞാണ്ട് എക്സ്ഫൈറ്റ് എക്വിറ്റ് അടിച്ച് പോയി ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ പോകുമ്പം ഉറപ്പായിട്ടും അത് എനിക്കും മാക്കിനുമാണ് ഹെയ്റ്റ് വരിക എന്നുള്ളത് ഓനറിയാം, കാരണം ഓൻ അത്ര ബുദ്ധിയില്ലാത്ത ആളൊന്നുമല്ല, മനസ്സിലായോ? അങ്ങനെ ഒരു സിറ്റുവേഷൻ ഓൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായപ്പോൾ പോലും ഞാൻ പിന്നെ അതിനുശേഷം ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല അവനോട്. കാരണം ലീഡർ ആയതുകൊണ്ട് ചാറ്റ് ഓപ്പൺ ആയിട്ട് പറയാലോ, ഓന് സിറ്റിയിലെ എക്സ്പീരിയൻസ് കമ്മിയാണ്, അവൻ ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഓൻ ക്രിയേറ്റ് ചെയ്ത് ബിൽഡ് ചെയ്ത് വരുന്നുള്ളൂ. അപ്പോൾ അതിന് ഓൻ്റെതായ ടൈമൊക്കെ എടുക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ണടച്ച് വിടുമ്പോഴും ഈ ഓജിന്റെ പ്രീവാറിന് മെയിനായിട്ട് പ്രീവാർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തോറ്റു. അമ്പാന്റെ സ്റ്റോറി നിങ്ങൾക്ക് അറിയില്ല, വെറുതെ എന്നെ പിരാന്താക്കല്ല. അതിൻ്റെ അടിയിൽ ഞാൻ ഒരു കാര്യം പറയണ അതിൻ്റെ അടിയിൽ എന്നെ ഇതാക്കല്ല അലമ്പാക്കല്ല. ഈ പറയണ ഷമീർ എന്താ പറയാ, അന്ന് നമ്മൾ ഓജിന്റെ പ്രീവാർ തോറ്റപ്പം ഞാനും മാക്കും മാത്രമായാണ്ട് പോയത് എന്താന്ന് വെച്ചാൽ അവിടെ ചെന്നാണ്ട് ഇനി ഒരു കളിയാക്കുന്ന സിറ്റുവേഷനിൽ വെറുതെ ലീഡറിനെ കളിയാക്കി എന്നുള്ളൊരു സംഭവം വേണ്ടാന്ന് കരുതിയിട്ട് നമ്മൾ കൊണ്ടുപോയില്ല. അതാണ് അതിന്റെ സത്യം. ഇതൊക്കെ നമുക്ക് സ്ട്രീമിങ്ങിൽ ഇരുന്നാണ്ട് പറയാൻ പറ്റൂല ഷമീറെ,
നീ വരണ്ട, ചിലപ്പോൾ നിന്നെ കളിയാക്കും, അത് ഞങ്ങൾ പോയി ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറയാനുള്ള ഒരു സമയം അല്ലെങ്കിൽ അതിനുള്ള ടൈം വന്നാൽ മതില്ല. എല്ലാവർക്കും കണ്ടറിയാം 1:22 എന്തോ ആണ് നമ്മൾ അവിടുന്ന് പോണത്. 8 മിനിറ്റ് കൊണ്ട് വാർ വിളിച്ചാൽ മാത്രമേ നമുക്ക് ആ വാർ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സംഭവം ഉണ്ടായതുകൊണ്ട് നമ്മൾ ഒറ്റക്ക് പോയതാ. അതിൽ പക്ഷേ ഈ പറയുന്ന പോലെ മാക്കിനോട് പറഞ്ഞിനു നമുക്ക് പോവാന്നുള്ളത് ഒരുമിച്ച്. അത് ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷേ മാക്ക് അത് പറഞ്ഞിട്ടില്ല. മാക്കും തന്നെ ഈ പറയുന്ന പോലെ ഓനെ കളിയാക്കുന്ന ഒരു സിറ്റുവേഷൻ വരണ്ടാന്ന് കരുതിയിട്ടാണ് നമ്മളും ഒന്ന് വേണ്ടാന്ന് കരുതിയാണ് നമ്മൾ പോയത്. അത് പക്ഷേ ഈ പറയുന്ന പോലെ ഓവർ ഇതേപോലെ ഈ എന്താ പറയാ ഈ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്ന രീതിക്ക് FIT കിറ്റൊക്കെ അടിച്ചുകൊണ്ട് ദിൽസാ താങ്ക് യു ബ്രോ, ഞാൻ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനത്തെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യേണ്ട യാതൊരുവിധ ആവശ്യം മാക്കിന് അല്ല ഷമീറിന് ഇല്ലായിരുന്നു, മനസ്സിലായോ? അപ്പൊ ഷമീർ ചിലതൊക്കെ ഇന്റൻഷനലി ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. ഈ സാധനം ഞാൻ മാക്ക് തൊപ്പിക്ക് വിളിച്ചാണ്ട് അന്നത്തെ ലൈവ് കഴിഞ്ഞതിന് ശേഷം ഞാനും മാക്കും തൊപ്പിക്ക് വിളിച്ചാണ്ട് ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. സത്യം അറിയാലോ തൊപ്പി, നമുക്ക് ഇതിൽ കോലീഡേഴ്സ് ആയാണ്ട് ഇങ്ങനെ ഇവന് കുറച്ച് മിസ്റ്റേക്സ് പറ്റുന്നുണ്ട്, അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണതിൽ ബുദ്ധിമുട്ടുണ്ട്, നീ തിരിച്ച് ലീഡർ ആവുന്നതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞപ്പം മെയിൻ തിങ് എല്ലാവരോടും പറയാനുള്ളത് എന്താ വെച്ചാൽ കറന്റ് തൊപ്പി എന്തുകൊണ്ടാ സ്റ്റിൽ ലീഡർ കോ ലീഡർ ആയാണ്ട് എന്താ ഷമീർ ടാഗ് കൊടുക്കാത്തെന്നുള്ളതിന് എന്താണെന്നുള്ളത് വെച്ചാൽ തൊപ്പിന്റെ ഡിസ്കോഡ് ID തന്നെ തൊപ്പി റിമൂവ് ഇട്ടാൽ മാത്രമേ ഈ പറയുന്ന ഷമീറിന് ലീഡർ സ്ഥാനം കൊടുക്കാൻ പറ്റുള്ളൂ, മനസ്സിലായോ? ഇതിന്റെ ഇങ്ങനൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ട് നമ്മൾ നിയാദിനോട് ഈ സംഭവം പറഞ്ഞപ്പോൾ നിയാദ് പറഞ്ഞത് നീ ലീഡർ ആയിക്കോ വേണമെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഇതിന്റെ ഏറ്റവും നല്ലത് എന്നുള്ളത് എന്നോട് പറഞ്ഞതാ. സീരിയസ്ലി ഓപ്പൺ ആയിട്ട് എന്നോട് പറഞ്ഞതാ, വല്ലാഹി എന്നോട് പറഞ്ഞതാ. ഞാൻ അങ്ങനെ നോണ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ എന്നിട്ടും ഞാൻ പറഞ്ഞത് എനിക്ക് ലീഡർ ആകാൻ വേണ്ടി വന്ന് പറഞ്ഞതോ അല്ലെങ്കിൽ ഓന്റെ മോശം പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞു വിളിക്കലില്ല. അങ്ങനത്തെ ഒരാളല്ല ഞാൻ, എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ ഷമീറിനോട് പോലും നീ ലീഡറായിട്ട് കണ്ടിന്യൂ ചെയ്തോ എന്ന് പറഞ്ഞ ആളാ. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞമ്മക്ക് എന്താ പറയുക, നിങ്ങൾ ചാറ്റിന്റെ സൈഡിൽ നിന്ന് നമുക്ക് വെറും ഹെയ്റ്റ് ഇങ്ങനെ വരുമ്പം നിങ്ങൾക്കത് അറിയണില്ല. നമ്മൾ ഇതിമ്മട്ടുന്ന എഫേർട്ടൊന്നും നിങ്ങൾക്ക് അറിയണില്ല. ഞാൻ ഈ മാസം എത്ര സ്ട്രീം വരാതെ നിന്നിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ തിങ്ക് ചെയ്ത് നോക്ക്. ജസ്റ്റ് നിങ്ങൾ നോക്കി നോക്ക്, ഈ മാസം ഞാൻ എത്ര ലൈവ് വന്നിട്ടുണ്ടാവുള്ളൂ? ഒരു 10 ലൈവ് മിനിമം ഈ മാസം ഞാൻ വന്നിട്ടുണ്ടാവില്ല, മിനിമം. ഈ സമയത്തൊക്കെ ഞാൻ ഇവിടെ വെറുതെ കടന്നുറങ്ങല്ല. ഞാനിതാ ഈ VC-യിൽ ഇപ്പോഴും നോക്ക് നിങ്ങൾ, ഈ VC-യിൽ ഇവിടെ ഇതാ ഇപ്പോഴും ഈ പറയുന്ന പോലെ മാലിക് ഇവരൊക്കെ 1.5 മണിക്കൂറായിട്ട് ഇന്ന് രാവിലെ മുതൽ 1.5 മണിക്കൂറായിട്ട് ഇരിക്കുന്നുണ്ട്. ഈ VC-ന്റെ ഒക്കെ ആക്ടിവിറ്റി ലിസ്റ്റ് എടുത്ത് നോക്കിയാണ്ടല്ലോ, ഇതൊക്കെ 24 ഹവറും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ആൾക്കാരുണ്ട് ഈ VC-യിൽ. സിനിമാറ്റിക്സ് തീരുന്നില്ല, വണ്ടി തീരുന്നില്ല, GH തീരുന്നില്ല. ഇതൊക്കെ ആരെങ്കിലും ഒരാൾ ഇരിക്കുന്നുണ്ടോ? എനിക്ക് ഓപ്പൺ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ റെസ്റ്റോറൻറ്റ് ഫീൽഡാണ് ഞാൻ എൻ്റെ ബിസിനസ്. എനിക്ക് റെസ്റ്റോറൻറ്റ് ഫീൽഡ്സിൽ ഗ്യാസിൻ്റെ പ്രശ്നം കൊണ്ടും അല്ലാത്ത കുറേ പ്രശ്നങ്ങൾ കൊണ്ടും എനിക്ക് സെയിൽ ഇല്ലാതെ ഞാൻ ഡൗൺ ടൈമായി നിൽക്കണ, എനിക്കും ഫൈനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള സമയമാണ്. എനിക്കൊരു ലൈവ് ഇട്ടാൽ മിനിമം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും മിനിമം ഒരു ദിവസം ലൈവ് ഇട്ട് കഴിഞ്ഞാൽ ഒരു 2.5K to 5K മിനിമം ഒരു 5000 രൂപയെങ്കിലും എനിക്ക് എന്തായാലും ഒരു ആവറേജ് ആഡ് റവന്യൂ സൂപ്പർ ചാറ്റുമായിട്ട് എനിക്ക് കിട്ടും. ഞാൻ അത് കളഞ്ഞുകാണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കണം എന്താ വെച്ചാൽ ഗ്യാങ്ങിന് എഫേർട്ട് ഇട്ടുകാണ്ട് ഇരിക്കണതാ. ഇതിലെന്തെങ്കിലും ഒരു സാധനം റെഡി ആയി കൊടുക്കാന്ന് കരുതിയാണ്ട് എടുക്കണതാ. എനിക്ക് ആ പൈസ മാത്രം നോക്കിക്കാണ്ടിരിക്കുകയാണെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ ഇത്രയും ഡൗൺ ടൈം ആയി നിൽക്കുന്ന സമയത്ത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ലൈവ് ഫോക്കസ് ചെയ്ത് വരുവേനോ, വേറെ ആരെങ്കിലും ഇതേമാതിരി നിങ്ങൾ ഇരിക്കണത് കണ്ടുക്കണോ? പിന്നെ ഇതിൻ്റെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് ഈ ഹെയ്റ്റ് കിട്ടുമ്പം അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയണില്ല ചാറ്റ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ നിങ്ങളുടെ അടുത്ത് പറയണം, മനസ്സിലായോ? നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് നമ്മൾ കുറേ മറച്ചു വെക്കണോണ്ടും ആർക്കും ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ ഹെയ്റ്റ് പോകണ്ട എന്ന് കരുതി മനസ്സിൽ മുണ്ടാതിരിക്കണോണ്ടും നമ്മളൊരു ഊമ്പനായി മാറുകയാണ് ലാസ്റ്റ്. അതാണ് ഉണ്ടാവണത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ.